അല്പം പ്രഷർ വേണ്ടി വന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ. ഈ ഓണം കയറാൻ മൂലയിൽ എന്തോന്ന് അട്രാക്ഷൻ എന്നോ? എയർ പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് നല്ല ശുദ്ധമായ വായു കിട്ടും. തന്നെയുമല്ല, അതിസുന്ദരികളുള്ള നാടാടോ ഇത്. അതിൻ്റെ അട്രാക്ഷൻ ഒന്ന് വേറെ. ആ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ആ കാര്യം ഇപ്പോൾ വന്ന കാലിൽ തന്നെ പുറത്ത് പോണ്ട്. പിന്നെ വിളിക്കാം സർ. എന്താടോ തനിക്കെന്തിനാ ഇത്ര ടെൻഷൻ? ആരായാലും എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കാണാൻ നോക്കൂ. കുറെ നേരമായിട്ട് അവർ കാത്തു നിൽക്കുന്നു സർ. നിക്കട്ടടോ, കഴിക്കുമ്പോൾ എവിടെങ്കിലും ഇരുന്നോളും. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കുഴമ്പെടുത്ത് ആ കാലങ്ങ് തിരുമ്മിക്കൊടു. എവിടെയാ പാച്ചുവും ഗോപാലിനും പോയോ? ഇല്ല, തന്നോട് 2 വാക്ക് പറയാതെ പോകാൻ നിശ്ചയിച്ചിട്ടില്ല. വിരിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, അതിനിടയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. ഇതുപോലെ യൂണിഫോം ഇട്ടാൽ താൻ പറഞ്ഞ ആ പാച്ചുവിന്റെ റാങ്ക് എന്താണെന്നറിയാവോ? 132.5 കിലോമീറ്റർ ദൂരെ അങ്ങേരെത്തിയെന്നറിഞ്ഞാൽ താൻ ഇവിടെ സല്യൂട്ട് അടിച്ച് നിൽക്കും. ദാ ഇങ്ങനെ. കുറെ നാൾ ഈ കാക്കി ഞാൻ വിട്ടതാ, അതുകൊണ്ട് പറയാൻ പാടില്ല. എന്നാലും പറയാതെ പറ്റില്ല. ഈ ലോകത്ത് ഒരിക്കലും നേരെയാകാത്ത 2 എണ്ണേ ഉള്ളൂ. ഒന്ന് പട്ടിയുടെ വാലും, മറ്റേത് ചാക്കോ. ഹലോ. ഫാദർ മരിച്ചപ്പോൾ ഞാനൊരു കണ്ടോളൻസ് അയച്ചിരുന്നു. ഇപ്പം ഏതായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എൻ്റെ അനുശോചനങ്ങൾ. ഹൗ ഈസ് യുവർ മദർ ആൻഡ് സിസ്റ്റർ? ഞാനും താങ്കളുടെ ഫാദർ മിസ്റ്റർ ദേവദാസും തമ്മിൽ പലതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും വ്യക്തിപരമായിരുന്നില്ല. അദ്ദേഹം എന്നോട് പലപ്പോഴും വാശിയോടെ മത്സരിക്കുമായിരുന്നു. അതെന്തിനാണെന്നറിയില്ല, പക്ഷേ എനിക്കൊരിക്കലും വാശിയോ മത്സരമോ ഉണ്ടായിട്ടില്ല. അനിയൻ ഇപ്പോൾ കാണിച്ച് ഏതായാലും ശരിയായില്ല. ആരോടായാലും കുറച്ചുകൂടെ ഹ്യൂമൻ ആവണ്ടേ? യുവർ ജോബ് ഡിമാൻഡ്സ് ഇറ്റ്. വീറും വാശിയൊക്കെ ആവാം, ബട്ട് ഓൺ ഹെൽത്തി ഗ്രൗണ്ട്സ്. ചെറുപ്പത്തിൽ സർവീസിൽ കയറിയാൽ നാക്കിനും വാക്കിനും ഒക്കെ ഒരു അല്പം വകതിരിവ് കുറയും. അതുകൊണ്ടാണല്ലോ ആളും തരവും നോക്കാതെ പെരുമാറുന്നത്. ടു ബാഡ്. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഈ ജന്മം പാഴായി. വരട്ടെ. എന്താണോ കുഴിവെട്ടി? കച്ചവടമൊക്കെ എങ്ങനെ? വളരെ മോശമാണ് സാർ. താനെന്താ ഇവിടെ? ഞാനിവിടെ മുതലാളി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എടുത്തോ. കേരള ഭൂട്ടാൻ ജംബോ ജെറ്റ്, ജയ് മാതൃഭൂമി, ഓണം ബമ്പർ, ഓണം ബമ്പർ, നാളെ നാളെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതിന്റെ പിറ്റന്നാൾ. മതി 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 മതി. എന്നാ മതി. ഇതൊക്കെ വെച്ച് മടക്കിയിട്ട് താൻ വല്ല സൂപ്പറിലോട്ടോ നോക്കണോ? തരൂല്ലേ? കുഴിവെട്ടിക്കിട്ട് കുഴി വെട്ടല്ലേ, എല്ലാം കഴിഞ്ഞ ലോട്ടറിയാ. കൊണ്ടുപോയിക്കോ. തെറ്റ. ഇരിക്കേ. ഓ പിന്നെ 4 ചില്ലെറിഞ്ഞ് പൊട്ടിച്ച സ്വാമി പേടിച്ച് വരണ്ട് നാട് വിടും. തൻ്റെയൊക്കെ ഈ ബുദ്ധി ഉണ്ടല്ലോ, കൊണ്ട് വിനാഗിരിയിലിട്ട് വെക്കേ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നേക്കുമായി അയാളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ? പിന്നെ ഒരു 10-25 ലക്ഷം രൂപ ചെലവാവും. പറ്റിയാളിനെ ഞാൻ തരാം. ഗഡ്സ് ഇല്ല. അപ്പൊ പിന്നെ ഈ മരപ്പെട്ടി, ചീങ്കണ്ണി, കടുവ ഇവയുടെയൊക്കെ മുഖം മൂടി ഇറങ്ങിയിട്ടുണ്ട് പിള്ളേരെ പേടിപ്പിക്കാൻ. അതിട്ട് അയാളെന്ന് വരട്ടെ നോക്ക്. ചിലപ്പം സ്വാമി പേടിച്ച് സ്ഥലം വിട്ടേക്കും. ധൈര്യശാലികളെ. പട്ട് പിടിച്ചോ. ഒരു CBI ഓഫീസറെ ചുമ്മാ തട്ടിക്കളയാനേ. ബലത്തിനല്ല, ആപത്തുണ്ടാക്കാനാ ഇവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നേ. താ നോക്കിക്കൂ. പിന്നെ മറ്റെന്തൊക്കെയോ സംസാരിച്ച് വന്ന കാര്യം പറയാൻ വിട്ടുപോയി. ആ ബാഹുലേനെ കണ്ട് സ്വാമിയും കൂട്ടരും എത്തിയിട്ടുള്ള വിവരം അറിയിക്കണം. കുറച്ച് ദിവസം ലീവ് എടുത്ത് മാറി നിൽക്കുന്നതാണ് നല്ലത്. കറങ്ങിത്തിരിഞ്ഞ ആ പട്ടർ അയാളിലെത്തും, അത് ഉറപ്പ്. ബാഹുലേയൻ തകിടം മറിഞ്ഞാൽ ഒരു ദൈവത്തിനും രക്ഷിക്കാൻ കഴിയില്ല നമ്മളെ. അതെ, ഞാനല്പം ബിസിയാ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എവിടെ വർക്കേ? ഞാനൊന്ന് ഇരിയടോ. CBI-യോ FBI-യോ ആര് വേണമെങ്കിലും വരട്ടെ. ഇനി ഞാൻ അവരെ അങ്ങോട്ട് പോയി കാണണോ? അതിനും റെഡി. താൻ ധൈര്യമായിട്ടിരിക്കണോ.
ബാഹുലയം കക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാനും പഠിച്ചിട്ടുണ്ട്. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് കുറച്ചുനാൾ ലീവ് എടുത്ത് മാറി നിന്നുകൂടെ? ഹെ, ഒന്ന് മനസ്സിലാക്കൂ ബാഹുലയ, പ്ലീസ്.